അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഇന്ന് തിലൂഖാൻ എന്ന് പറഞ്ഞ വാട്ടർഫാൾസിലേക്ക് പോവാണ്. അപ്പൊ അതിനെല്ലാവരും റെഡി ആയിട്ടാണ്. റിഹാന് റയാന് റായിൽ അവിടെ ഉണ്ട്, ചൂടാണ്. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അവിടെയാണ്, വാട്ടർഫാൾസിന്റെ വിശേഷങ്ങളായിരിക്കും. നേരെ വണ്ടി കയറിയിരിക്കുന്നത് വാനാണ്, കുട്ടികള് ബാക്ക് സൈഡിലാണ്. ഇന്നത്തെ ഡ്രൈവർ അപ്പൊ ഞങ്ങള് വാട്ടർഫാൾസിൽ പോവാണ്. ഏകദേശം 10 മണിയായിരിക്കും. ഇപ്പൊ കുറച്ച് കൂടുതൽ ടൈം റണ്ണിങ് കിട്ടും തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല, വൈഫിനെ അറിയുള്ളൂ. പേരും പറയാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീണ്ടും പേര് പറയുന്നില്ല. കറക്റ്റ് പേര് ഞാൻ മനസ്സിലാക്കിയ ശേഷം പേര് പറയുള്ളൂ. പിന്നെന്താ പറയാ, നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ അവിടെ ഇഷ്ടംപോലെ ഈ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടതാണ്. അത് ബജാജിന്റെ ഉണ്ട്, TVS-നും ഉണ്ട്. 2 ബ്രാൻഡാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. മറ്റേക്ക് ഞാൻ പറഞ്ഞ അന്ന് കാണിച്ചു തന്ന സ്കൂട്ടർ ടൈപ്പ് ട്രൈസൈക്കിൾ ഉള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷ ടൈപ്പ് ഉള്ളത്. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട് കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. റോബിൻസൺ എന്ന് പറഞ്ഞ മാളിൽ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഫുഡ് വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ തന്നെ എന്താ പറയുക, വൈഫിൻ്റെ സിസ്റ്റർ ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്, റിഹാനും പാടാൻ. അപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ വാട്ടർഫാൾസിൽ പോവുക. ഞങ്ങൾ ഫുഡ് ടേക്ക് അവേ എടുക്കുന്ന പരിപാടിയാണ്. അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് അവേ എടുത്തിട്ട് പുറത്ത് പോവുകയാണ് വാട്ടർഫാൾസിൽ വന്നിട്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്യാൻ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ കുറച്ച് നേരം ഇവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റാണ് അവർ പറഞ്ഞ ടൈം. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിൽക്കുമ്പോഴാണ് ഒരു ജിംനി. ഇത് 3 ഡോർ ആട്ടോ. നമ്മുടെ നാട്ടിൽ വരുന്നത് 5 ഡോർ ആണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ചെറുതായതുകൊണ്ട് തന്നെ. അത് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ്. ഞാൻ പിന്നെ ഓപ്പോസിറ്റായ വണ്ടിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ റോബിൻസൺ എന്ന് പറഞ്ഞ മാളിൻ്റെ മുന്നിലാട്ടുള്ളത്. അപ്പോൾ അവിടെ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ കാറ് ഞാൻ കണ്ടത്. ഇതാണ് കേട്ടോ റോബിൻസിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളിതാ വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് ഏരിയയിലെത്തുന്നത്. ഇതാണ് എൻട്രൻസ് ഏരിയ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറുകയാണ്. വാട്ടർഫാൾസിന്റെ പേര് പറയുന്നത് തിലൂഖാൻ എന്നാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണെന്ന് അറിയില്ല. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിൽ കയറുകയാണ്. ഇതാണ് എൻട്രൻസ് ഏരിയ. ഇവിടെ സെക്യൂരിറ്റി ചോദിക്കുന്നത് സിഗരറ്റ്, ആൽക്കഹോൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. ഫുഡ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇനി അവിടെ പോയിട്ട് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് പോവുകയാണ്. ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് സെക്യൂരിറ്റി. വെസ്റ്റ് കാണുന്നതാണ് സ്റ്റെപ്പുകൾ. അതൊക്കെ പുറത്ത് ഇറങ്ങി വന്നതാട്ടോ. അതായത് ഈ ബാക്കിൽ കാണുന്നതാണ് വാട്ടർഫാൾസ്. ഈ കാണുന്നതാണ് വാട്ടർഫാൾസ് ഇവിടുത്തെ. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ ഒരുപാട് എന്താ പറയാ ഭക്ഷണം കഴിക്കാനുള്ള പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. അങ്ങോട്ട് നടന്നു പോവാണ്. ഇവിടെയൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ടെന്റുകളുണ്ട്. ആ ടെന്റുകളിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനൊക്കെ വന്നാണ്. ഇതേമാതിരിക്ക് വാട്ടർഫാൾസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നാട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക്
ഉപകാരമായിരിക്കും. ഫുഡൊക്കെ വന്ന് കഴിക്കാനും വിശ്രമിക്കാനും ഫാമിലിയായിട്ടൊക്കെ വന്ന് നല്ല സുഖമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാനൊക്കെ നല്ല സുഖമാണ്. ഭക്ഷണം എന്ത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇതേമാതിരിക്ക് നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. അങ്ങനെ ഇവിടെ ഇതുപോലുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലുള്ള ഇരിപ്പിടങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട്. താഴെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഈ കനാലിലൂടെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വാട്ടർഫാൾസ് അങ്ങ് ദൂരെ കാണാം. പിന്നെ ഞങ്ങളിത് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഭക്ഷണങ്ങളൊക്കെ ജോലിബിന്ന് വാങ്ങിയതാണ്. ചിക്കനും ബീഫ് ബർഗർ സ്റ്റിക്കും ഒക്കെയാണ് ഉള്ളത്. വൈഫിന്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് മാണിത്. Rehan eating spaghetti. Ryan, what is your food? Show me your food. Chicken and rice. Burger. നമ്മുടെ നാട്ടിലെ KFC മാതിരിക്കുള്ള ഒരു ഷോപ്പാണ് ജോലിബി എന്ന് അറിയത്. അവിടെ സ്പഗേത്തി, ചിക്കൻ ഫ്രൈ, പിന്നെ ബർഗർ അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പഗേത്തി ആണ് തിന്നുന്നത്. Ini harus anda. Ya, kita. Thank you. Beef burgeran. Allah. അത് കുറച്ച് തീരുമാനമായിരിക്കുന്നു. എല്ലാ ഫുഡും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ വീണ്ടും സ്പ്രൈറ്റിന് വേണ്ടി വന്നതാണ്. ഓൾറെഡി ഒരു സ്പ്രൈറ്റ് അവൻ കുടിച്ചു കഴിഞ്ഞാണ്. കുടിക്കട്ടെ, അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ശരി. ബൈ ബൈ. അപ്പൊ ശരി, പിന്നെ കാണാം. അപ്പൊ ശരി. നല്ലപോലെ പറയും. നല്ലപോലെ അപ്പൊ ശരി. ഇങ്ങനെ കയ്യാട്ട്. ഇവിടെ പൂളുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് കുളിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇന്ന് ഇല്ലാന്നാ പറഞ്ഞത്. കൂടുതലും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെയാണ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ ചെറിയ എന്താ പറയുക വാട്ടർ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലാണ് പുറത്ത്. പക്ഷെ ഇവിടെ കൂടുതൽ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര വെയിലായി തോന്നുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു തൂക്കുപാലുണ്ട് ഈ മരത്തിന്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതിൽ കയറാൻ പറ്റണമെന്ന് കാരണം ഇത് 1 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത് തുറന്നിക്കണമെന്ന് പോയി നോക്കട്ടെ. ഞാൻ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന്, അതൊന്ന് പോയി നോക്കട്ടെ. തുറന്നിക്കണ അതിൽ കൂടെ നടന്നു നോക്കണം. അപ്പോൾ അങ്ങോട്ട് മുകളിലോട്ട് കയറണം. അതിന് മുകളിലോട്ട് ഞാൻ കയറുകയാണ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. Yeah, I understood. Yeah. Yeah, it's okay. It's okay. I can understand, man. Yeah. So the gate, the safety gate is explained to me. What's your good name? My name is Desiree. Yeah. With this guy. I'm a lesbian in the Lugatakta. Okay. That's my tomboy. Tomboy. Okay, this is the yeah, this guy. This is our guy. Yeah. Can help you walk in and പറഞ്ഞത്. അപ്പൊ അതിന്റെ സേഫ്റ്റി
ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പം പറഞ്ഞു തന്നത് അവൻ പറഞ്ഞു 40. എന്റെ വയസ്സ് ചോദിച്ചതാണ്, അപ്പൊ വയസ്സിൽ പറഞ്ഞതാണ്. 45 yata. Pero for 2 wheels, 20 lang yata. Yan. Andun sa na ba tayo? Comfort naman po, we have 4 amenities. There's rappelling, wall climbing, spider web, and canopy walk. But sad to say, 3 amenities lang po yung allowed natin. Okay? Wall climb, spider web, canopy walk. The canopy walk po, this canopy walk, we have a 7 station. Okay. Yan na. The 7 station, we have a safety instructor to guide you. Okay. Sa lahat po sa inyo. Wala ba tayong translation dito? Panda ka na, panda. We have a instructor. Help me, you will not feeling down. Yes, what? Why? Hihina ko pa kayo. Okay, go. Dito tayo sa... It's fine. I understood. Yeah. Canopy walk and spider. Okay, so when we are crossing the canopy walk, Okay. always walk first, walk inside the canopy walk, 1 person at a time. Okay. So, 1 person, if the person, Okay. kasi, You can continue with Tagalog. It's okay. No problem. Yeah. then I speak Tagalog now. I can understand it. Okay. We close the bridge 1 at a time only. So, Okay. Okay, so next, after you cross the canopy walk, you proceed to the spider web. Okay, so if you are group or 2s or 3s, you can walk inside by group. Okay. നമ്മളെ സേഫ്റ്റി കഴിഞ്ഞാൽ റിയാനും ഇടപെട്ട് ഇങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സേഫ്റ്റി കഴിയും. ഓക്കെ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് ഇല്ല, ബൈക്കിൽ മാത്രം 45 രൂപ 45 പൈസസ് കൊടുത്താൽ മതി. ഇതൊക്കെയാണ്. ബാക്കി ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. വാട്ടർഫോൾസ് കാണാം, അതേപോലെ സ്പൈഡർ, കാനോപ്പി വാക്ക്, പിന്നെ ഫോട്ടോ എടുക്കാറുണ്ട്, പിന്നെ ക്ലൈംബിംഗ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റാതെ ചെയ്യില്ല. സ്ലൈഡറിലൊന്ന് പോയി നോക്കണം. അതൊക്കെയാണ് പ്ലാൻ അറിയിക്കുന്നത്. സോ വി ക്യാൻ ഗോ ദേർ. ഓക്കെ, താങ്ക് യു. Yeah. Excuse me. Okay. I can go now? Okay. Thank you. ഞങ്ങൾ വാക്ക് ചെയ്യണേ. റിയാൻ ബാക്കിൽ തന്നെ വരുന്നതിന്റെ കൂടെ നല്ല അളക്കണ്ട്. ബാക്ക് നോക്കുമ്പോ പേടിയാവുന്നുണ്ട്. Yes. Okay. It's ഇവിടെ ഒരു സേഫ്റ്റി ഗൈഡ് ഉണ്ട്. Good afternoon. Okay, I can move now. Okay. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനെത്തട്ടെ. ബാക്ക് നോക്കണില്ല, മുകൾക്ക് നോക്കി തന്നെ പോണത്. ഓക്കെ, ഇവിടെ അതേമാതിരി ഓരോ സേഫ്റ്റി ഗാർഡ് ഉണ്ട്. Yeah, look at here. Okay, here. I can go now. Yeah. ഇത് കുറച്ച് ലോങ് ഉണ്ട്. ഓക്കെ, ഇത് നല്ല ആട്ടം ഉണ്ടാവും. താഴേക്ക് നോക്കത്തില്ല, പേടിയാകുന്നുണ്ട്. കാണിച്ചു തരാം. That's a canopy walk. It's the safety procedure you have to follow. അങ്ങനെ ഇവിടെ എത്തിക്കണേ. ബാക്കില് റിഹാൻ അവിടെ ഉണ്ട്. റിഹാൻ ബാക്കിൽ വരുന്നത് കാണുന്നുണ്ടാവും. ഇതാണ് അടുത്ത ചെക്ക് പോയിന്റ് എത്തിക്കണേ. ഇവിടെ ഒരു സേഫ്റ്റി ഗാർഡ് ഉണ്ട്. This is our safety guard now. റിയാൻ അവിടെ വരുന്നുണ്ട്. അടുത്തതിൽ പോവാണേ. നല്ല അളക്കുണ്ട്. താങ്ക് യു. അങ്ങനെ ഞങ്ങള് അവിടെ എത്തിക്കണേ. റയാനുണ്ട് അവിടെ നിൽക്കുന്നത്. താങ്ക് യു. റയാൻ അവിടെ നിൽക്കുന്നുണ്ട്. റയാൻക്ക് കയറാൻ പറ്റില്ല. 14 ഇയേഴ്സിന് അബോക്ക് മാത്രം കുട്ടികൾക്ക് കയറാൻ പറ്റുള്ളൂ.
So letting her finish too. Yeah, okay. സേഫ്റ്റി ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെ പോകുന്നത്. ഒരു ഹാൻഡില് ഗിംബിളും ഒരു ഹാൻഡില് റോപ്പും പിടിച്ചിട്ടുണ്ട്. യെസ് ഓക്കെ. അടുത്ത സേഫ്റ്റി ഗാർഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഐ എം ഹിയർ. Two, three, 4, 5, 6, 7, 8, 9. The safety guard left at the evening. Yes, I'm here. Hi. അങ്ങനെ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കണേ. റിയാനിത ബാക്കിൽ ഇതൊപ്പം തന്നെ ഉണ്ട്. പുറത്ത് ബാക്കിൽ കാണുന്നത് വാട്ടർഫോൾസ് ആണ് നേരത്തെ കണ്ടിരുന്നത്. She's already there, so I have to walk now. Okay. Now, 1, 2. താഴേക്ക് നോക്കാൻ വയ്യ, പേടിയാവുന്നുണ്ട്. ഇത് നല്ല ഇളക്കുണ്ട്. ലാസ്റ്റ് നല്ല മൂവ് ആവുന്നുണ്ട്. ലേറ്റർ ഐ വിൽ പാസ്. അങ്ങനെ ഞാനിതൊക്കെ ആളുകൾ വെച്ചിങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം മൂവ് ആവുന്നുണ്ട്. അത് എല്ലാവരും ഡേഞ്ചറാണ്. ഞാൻ ഏകദേശം മുകളിലെത്താനായിരിക്കുന്നത്. ലാസ്റ്റ് എത്തിയപ്പോ നല്ല ഇളകുണ്ട്. അവിടെ മരങ്ങളൊക്കെ ഉണ്ട്. ആട്ടം കൂടിയിരിക്കണ്. ഇവിടെ എത്തിയ ആട്ടം കൂടുതലാണ്. Yes, here, almost there. അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ ലാസ്റ്റ് എൻഡിങ് സ്റ്റേഷനിലെ ഫിനിഷിങ് ആയിക്കണേ. ഓക്കെ. Yeah, good. Last moment. This is our last safety game. Yeah. Thank you. 1, 2, 3, 4, 5, 6. Hello po. Yes, we reached almost there, right? Good afternoon Yeah, again. Yeah, Meet this again. guy Hello. again here. Yeah, Meet again, okay, sir. Okay, you can move there. Okay. Outside. Thank you, sir. Okay, you're welcome. അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് എടുത്ത് ഗെയിറ്റിലെടുത്തതിന് മറ്റേ റൗണ്ട് അടിച്ച ശേഷമാണ് ഇങ്ങനെ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ റൗണ്ട് അടിച്ച് തിരിച്ചെത്തിക്കണ്. ഈ ഫസ്റ്റ് ഇറങ്ങുന്നോട് അത്ര ഇളക്കില്ല, ബാക്കിയുള്ളൊക്കെ നല്ല ഇളക്കാണ്. So we are here. It's good. Yes. This is basic for you. Yeah, it's okay. Yeah, so now we have to go there. Okay. You just fall in the line. Okay. ഇത് അപ്പുറത്ത് കാണുന്ന സ്പൈഡർ നെറ്റിൽ എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിൽക്കണൊക്കെ ക്യൂകളാണ്. ഇതൊക്കെ ഫുള്ള് ക്യൂകളാട്ടാ. ഞാനും റിഹാന അതിന്റെ തൊട്ട ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ട്. റിയാന ഇവിടെ ഉണ്ട്. റിയാന ആ സേഫ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്. Can't hear too much people. The weekend, like Sunday and Saturday, Sunday. We open Tuesday to Sunday. Monday we are closed for Monday because we are maintaining the cleanliness, Yeah, cleanliness, okay. all the equipment. So most people are coming weekend, right? Saturday and Sunday. Yeah, actually holiday Holiday. weekend, but in the weekdays, now people. Private or the government? Yeah, government. We are a government employee from Antipolo City. Good. So ഇത് ബെന്നാണ്. ബെന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടെ ചോദിച്ചറിയായിരുന്നു. ഇതിൻ്റെ ഇവിടെ എപ്പോഴാണ് ആളുകളൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ പറഞ്ഞ വീക്കെൻഡും ഹോളിഡേ ടൈമിലൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നത്.
എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവൻ പറയുന്നത് വേറെ ക്ലൈമിങ്ങിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്തുകൂടാ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവനോട് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ക്യൂ കഴിഞ്ഞ ശേഷം ആ സ്പൈഡർ നെറ്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ അതിന് ശേഷം വൈഫും ചെറിയ ആൾക്കാരൊക്കെ താഴെയുള്ളത് റയാൻക്ക് കയറണമെന്ന് താല്പര്യമുണ്ടായിരുന്നു ഈ ഇതിലൊക്കെ. ബട്ട് 14 ഇയേഴ്സിന് മുകൾക്ക് മാത്രമാണ് അലൗട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവന് എന്താണ് ദേഷ്യം പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവൻ അവിടെ ഉണ്ട്. പിന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് അവനെ സോപ്പിട്ട് റെഡിയാക്കി എടുക്കണം. ഇതാണ് സ്പൈഡറിന്റെ നെറ്റ്. ഇവിടെ കയറിയിട്ടാണ് പോകാൻ. Walking. Yeah, it's very good. Yeah. Thank you so Nice much. to meet you Bye, also. Professor. Yeah, it's bye. This guy is the one getting me Shout also. out. Yeah. Okay, bye bye. Thank you. Yeah. സോ അങ്ങനെ ഞങ്ങൾ കനോപ്പി വാക്കിയും സ്പൈഡറും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഫാമിലി വെയിറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ട്. ഡ്രൈവറും സിസ്റ്ററും ഉണ്ട് ഇവിടെ. യാ, ഇറ്റ്സ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ഡേ. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു അഡ്വഞ്ചർ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഫ്രീ ആണത്. വെറും വണ്ടിയുടെ പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. 45 രൂപയാണ് അതിന് മാത്രം. 45 രൂപ അല്ല, 45 പൈസ കൊടുത്ത് ഏകദേശം ഒരു 80 രൂപ കൂട്ടിക്കോളൂ നാട്ടിൽ. അത്രേ വരുള്ളൂ. വെരി ഗുഡ് എക്സ്പീരിയൻസ് ചെയ്യേ. ഇറ്റ്സ് നൈസ്. ഇതിലിപ്പോൾ ഒരു 100 രൂപ വെച്ച് കഴിഞ്ഞാലും ആൾക്കാർ പേ ചെയ്യുക. എന്താ വെച്ചാൽ അത്രയും 3-4 അഡ്വഞ്ചർ ഗെയിമിനെ നമുക്ക് കളിക്കാനുണ്ട്. അപ്പോൾ പിന്നെ വാട്ടർഫാൾസ് ഉണ്ട്, പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു 45 രൂപ വണ്ടി പാർക്കിങ്ങിന് മാത്രമേ വാങ്ങുള്ളൂ. അത് വെരി ഗുഡാണ്. ഇത് ഗവൺമെൻറ് അണ്ടറിലാണ്. ഇത് ഇവിടെ നിൽക്കുന്നതൊക്കെ ഗവൺമെൻറ് സ്റ്റാഫാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്, കിളിവാനം വാട്ടർഫാൾസിൽ നിന്ന് പോവുകയാണ്. ഇത് എക്സിറ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് ഈ വഴിയാണ്. അപ്പോൾ ഡ്രൈവർ വണ്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ മെയിൻ റോഡിലെത്തിക്കണ്. ഇനി വീട്ടിൽ പോയി നന്നായി റെസ്റ്റ് എടുക്കണം. നല്ല ചൂടാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മരങ്ങളൊക്കെ ഉണ്ട്. അതിന് അത്ര ചൂടായി തോന്നില്ല. പക്ഷേ ഉമിടിയിട്ടുണ്ട്, നന്നായി വേർക്കുന്നുണ്ട്. ഡ്രൈവർ വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.